ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത സത്രത്തിൻ്റെ സമർപ്പണ സഭയാണ്. അതിൽ നമുക്ക് ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്തെ ഒന്ന് ഓടിച്ച് കാണാം. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുണ്ടായി, CP നായർജി പറയുണ്ടായി. ഇത്രയും ദിവസം ഇവിടെ ഒരു ഭാഗവത സത്രം ലഭിച്ചത് വലിയ എന്താ പറയുക സുഹൃതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. എന്തായാലും അതൊക്കെ ശ്രവിക്കാൻ ഭാഗ്യം കിട്ടിയതിന് ഭഗവാനോട്, ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രത്യേകം എന്താ പറയുക കൃതജ്ഞത പറയേണ്ടതാണ്. ഭാഗവതം നമ്മളെ ഭഗവാനുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ഭഗവാനെ സംബന്ധിച്ചത് എന്നാണ് ഭാഗവതം എന്നുള്ള വാക്കിനർത്ഥം. ഭഗവാനുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചത്. ഭഗവാന് പ്രിയപ്പെട്ടതെന്തോ അത് ഭാഗവതം, ഭഗവാന്റേതായി തീരുന്നതെന്തോ അത് ഭാഗവതം, ഭഗവാനിലേക്ക് നമ്മളെ എത്തിക്കുന്നതെന്തോ അത് ഭാഗവതം. ഇങ്ങനെ ഭാഗവതം എന്നുള്ള വാക്കിന് തന്നെ നിരവധി അർത്ഥങ്ങൾ പറയാറുണ്ട്. ഭഗവാനും ഭാഗവതവും ഭക്തനും വേറെ വേറെയല്ല എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്, സമർത്ഥിക്കാറുണ്ട്. ഭക്തന്മാർക്ക് അനുഭവവും ആകാറുണ്ട്. ഇവിടെ ഭാഗവതത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ 12ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാന അധ്യായം 13ാമത്തെ അധ്യായത്തിൽ ഒരുപക്ഷെ ഭാഗവതം വായിക്കാത്ത ആളുകൾക്ക് പോലും പരിചിതമായ ഒരു ശ്ലോകം വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകത്തിലെ അവസാനത്തെ ശ്ലോകമായിട്ട് പറയുന്നതാണ്. യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതസ്തുന്നന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഈ ഭഗവത്ഗീത ധ്യാന ശ്ലോകങ്ങളൊന്നും വേദവ്യാസ മഹർഷി ഭഗവത്ഗീതയിൽ എഴുതിയതല്ല എന്നാണ് വെപ്പ്. അത് പിന്നീട് ഏകദേശം ഒരു 700-നും 1000-നും കൊല്ലത്തിനിടയ്ക്ക് മധുസൂദന സരസ്വതി എന്ന് പറയുന്ന ഒരു സ്വാമിജിയാണ് ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകങ്ങളൊക്കെ എഴുതിയതെന്നാണ്. അതിൽ എല്ലാം എന്ന അർത്ഥമില്ല, അതിലെ ഒട്ടുമിക്ക ശ്ലോകങ്ങളും. അപ്പം അതിൻ്റെ ധ്യാന ശ്ലോകമായി അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഭാഗവതത്തിൽ നിന്ന് എടുത്തതായിരിക്കാം. വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭാഗവതത്തിലാണ് ഞാൻ ഇത് കണ്ടിരിക്കുന്നത്. ഈ ശ്ലോകം 9 ധ്യാന ശ്ലോകങ്ങളിൽ അവസാനത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകങ്ങൾ പൊതുവെ ഗീതാധ്യാന ശ്ലോകങ്ങളാണ് എന്ന് പറയുമെങ്കിലും
അതിൽ ഭഗവത്ഗീതയെ വന്ദിക്കുന്നുണ്ട്, ഭഗവാനെ വന്ദിക്കുന്നുണ്ട്, വേദവ്യാസ മഹർഷിയെ വന്ദിക്കുന്നുണ്ട്, മഹാഭാരതത്തെ വന്ദിക്കുന്നുണ്ട്. ഇത്രയും പേരെ വന്ദിക്കുന്നുണ്ട് ഗീതാധ്യാന ശ്ലോകത്തിൽ. അതിൽ ഭഗവാനെ വന്ദിക്കുന്ന ശ്ലോകങ്ങളാണ് കൂടുതൽ. അതൊരു 5 ശ്ലോകമുണ്ട്. ഭഗവത്ഗീതയെ വന്ദിക്കുന്ന 2 ശ്ലോകങ്ങളുണ്ട്. ഒരെണ്ണം വേദവ്യാസ മഹർഷിയെ, ഒന്ന് മഹാഭാരതത്തെ. ഇങ്ങനെ 9 ശ്ലോകങ്ങൾ ഉണ്ട്. അപ്പം അതിൽ അവസാനത്തെ ശ്ലോകമാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ശ്ലോകത്തിൽ ഏത് ഭഗവാനാണെന്ന് പറയുന്നില്ല, പേര് പറയുന്നില്ല. യം യം എന്നുള്ള വാക്കാണ്. യാതൊരാളെ, ആരെയാണോ എന്ന് വേണ്ട. യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഹി. ആരെയാണോ ബ്രഹ്മാവ്, ഇന്ദ്രൻ, വരുണൻ, മരുത്തുക്കൾ തുടങ്ങിയ ആളുകളൊക്കെ, രുദ്രന്മാരെ, മരുത്തുക്കളൊക്കെ വന്ദിക്കുന്നത് അദ്ദേഹത്തെ. ഇത്രയും അവിടെ പറഞ്ഞു വച്ചതുകൊണ്ട് ഈ സ്തുതിക്കപ്പെടുന്ന ആൾ നിസ്സാരനല്ല എന്നവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നിസ്സാരനാണെന്നല്ല, സർവശ്രേഷ്ഠനാണെന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ്? ബ്രഹ്മാവ് വന്ദിക്കുന്നുണ്ട്, വരുണൻ വന്ദിക്കുന്നുണ്ട്, ഇന്ദ്രൻ വന്ദിക്കുന്നുണ്ട്, രുദ്രന്മാർ വന്ദിക്കുന്നുണ്ട്, മരുത്തുക്കൾ വന്ദിക്കുന്നുണ്ട്. അപ്പോൾ ദേവന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ് ബ്രഹ്മാവ്. ദേവന്മാരിൽ എടുക്കുമ്പോൾ ബ്രഹ്മ ആദി ദേവാനാന്നാണ് പറയുക. ഇനിയോ അതുപോലെ ദേവന്മാരുടെ അധിപനാണ് ഇന്ദ്രൻ. ദേവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് വരുണൻ. രുദ്രന്മാർ എന്ന് പറയുമ്പോൾ ശിവഭഗവാന്റെ ഏകാദശ രുദ്രന്മാരാണ്, 11 പേര്. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം വായു എന്നർത്ഥമുണ്ട്, വായുവിൻ്റെ 7 വകഭേദങ്ങൾ എന്നർത്ഥമുണ്ട്. മരുത്തുക്കൾ എന്ന് പറയുന്ന യോനിയിൽ ദേവന്മാരായി തീർന്ന അസുരയോനിയിൽ ജനിച്ച ആളുകളുണ്ട്, മരുത്തുക്കൾ 49 പേര്. ഇവരൊക്കെ ആരെയാണോ സ്തുതിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ദിക്പാലകന്മാരുൾപ്പെടെയുള്ള ആളുകളെ അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ദ്രൻ ദിക്പാലകനാണ്, വരുണൻ ദിക്പാലകനാണ്, വായു ദിക്പാലകനാണ്, ഈശാനൻ ദിക്പാലകനാണ്. ഇങ്ങനെയുള്ള ദിക്പാലകന്മാർ ആരെയാണോ വന്ദിക്കുന്നത് എന്നും അവിടെ അർത്ഥമുണ്ട്. എങ്ങനെ വന്ദിക്കുന്നു? അവർ ദിവ്യങ്ങളായ സ്തവങ്ങളെ കൊണ്ട് വന്ദിക്കുന്നു, സ്തുതിക്കുന്നു. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈഹി വേദൈഹി സാംഗപദക്രമ ഉപനിഷദൈഹി ഗായന്തിയം സാമഗാഹ. വേദങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളെ കൊണ്ട്, ത്രയി എന്ന് പറയുന്ന ഋക്ക്, യജുസ്, സാമം എന്നീ മന്ത്രങ്ങൾ, ഇനി 4 വേദങ്ങളും പെടുത്തണമെങ്കിൽ 4 കൂടി, അവകളെ കൊണ്ട് ആരെയാണോ സ്തുതിക്കുന്നത്? വേദൈ സാംഗപദക്രമോപനിഷദൈ. സ അംഗം, വേദാംഗങ്ങളെ കൊണ്ട് ആരെയാണോ സ്തുതിക്കുന്നത്? വേദാംഗങ്ങൾ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിങ്ങനെ 6 വേദാംഗങ്ങൾ. 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. വേദത്തെ ഒരാളായി സങ്കല്പിച്ചാൽ, ഒരു പുരുഷനായി സങ്കല്പിച്ചാൽ ഇത് ഓരോന്നും ഓരോ അവയവങ്ങളായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ വേദങ്ങളെ കൊണ്ടും വേദാംഗങ്ങളെ കൊണ്ടും. സാംഗ പദക്രമം, പദം ക്രമം എന്നതിന് വൈദിക മന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിൻ്റെ പ്രയോഗത്തിലുള്ള രീതികളൊക്കെ. അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ, ഇപ്പം നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ അന്യോന്യം നടക്കുന്ന സ്ഥലം കടവല്ലൂർ. അപ്പോൾ അവിടെയൊക്കെ പോയാൽ നമുക്കതിൻ്റെ എങ്ങനെയാണ് വൈദിക മന്ത്രങ്ങൾ ചൊല്ലുന്ന രഥ, ജട തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവരത് ചൊല്ലുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ആരെയാണോ സ്തുതിക്കുന്നത്, പദം ക്രമം ഒക്കെ അനുസരിച്ചിട്ട് വേദൈ സാംഗപദക്രമ ഉപനിഷദൈഹി, ഉപനിഷത്തുക്കളെ കൊണ്ട് ആരെയാണോ പറയുന്നത്. ഉപനിഷത്ത് വേദാന്തം, വേദത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത്. ഉപനിഷത്ത് കൊണ്ട് ആരെയാണോ സ്തുതിക്കുന്നത്, ഉപനിഷത്തുക്കളും ആരെയാണ് സ്തുതിക്കുന്നത്? ആ പരമാത്മാവിനെയാണ്.
ആ ഭഗവാനെ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ഗായന്തിയം സാമഗാഹ, ആരെക്കുറിച്ചാണോ സാമഗാനം ചെയ്യുന്നത്, സാമവേദത്തിലെ ആ മന്ത്രങ്ങൾ ചൊല്ലുന്ന രീതിയാണ് സാമഗാനം. അതിൽ നിന്നാണ് സംഗീതമുണ്ടായതെന്നൊക്കെയാണ്. ഇനിയോ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ, യോഗികളായ ആളുകൾ ആരെയാണോ ധ്യാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ പരമകാഷ്ഠയിൽ പശ്യന്തി കാണുന്നത്. എപ്പോഴാണ് കാണാൻ സാധിക്കുക ആ ഭഗവാനെ? നമ്മുടെ ഏറ്റവും ഉയർന്ന തലത്തിലാണ്. ഭക്തിയുടെ ഉയർന്ന തലത്തിൽ എന്ന് പറയാം. ഇവിടെ ധ്യാനം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സ, അതിൻ്റെ ഏറ്റവും ആ പരമകാഷ്ഠയിൽ ആ ഭഗവാനെ കാണുന്നു. ആരെയാണോ കാണുന്നത് അങ്ങനെയുള്ള ആൾ. പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുസുരാസുരഗണാഃ, ആരുടെ അന്തമാണോ സുരന്മാരും അസുരന്മാരും, ദേവന്മാരും അസുരന്മാരും അറിയാൻ കഴിയാത്തത്. ന വിദുഹു, അറിഞ്ഞിട്ടില്ല. എന്നാൽ മനുഷ്യന്മാരുടെ കാര്യം പറയാനുണ്ടോ? ഇപ്പം നമ്മളൊക്കെ വിചാരിക്കും ഭഗവാനെക്കുറിച്ചോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെക്കുറിച്ചൊക്കെ കുറേ നമ്മൾ മനസ്സിലാക്കിയെന്ന്. ഇല്ല, ദേവന്മാർക്കും അസുരന്മാർക്ക് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാം പരിമിതമാണ്, മനസ്സും ബുദ്ധിയും ഒക്കെ പരിമിതമാണ്. ആ പരിമിതമായ ഒന്നുകൊണ്ട് അപരിമേയമായ ഒന്നിനെ അറിയാൻ സാധിക്കില്ല. അപ്പോൾ ദേവന്മാരും അസുരന്മാർ കയ്യിലിരിപ്പോണ്ട് മോശക്കാരാണെങ്കിലും അറിവിൻ്റെ കാര്യത്തിൽ അവർ മോശക്കാരെന്നല്ല. അതുകൊണ്ട് ആ ദേവന്മാർക്കും അസുരന്മാർക്ക് പോലും അറിയാൻ കഴിയാത്തവർ. ഇനി അല്ലെങ്കിലോ നല്ല ആളായാലും ചീത്ത ആളായാലും അറിയാൻ കഴിയില്ല. ന വിദു സുരാസുരഗണാഹ ദേവായ തസ്മൈ നമ, അങ്ങനെയുള്ള ദേവനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ അങ്ങനെയുള്ള ദേവനെ പറഞ്ഞുകൊണ്ടാണ് ഈ 13-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞു അത്ര, ഇത് കുറേ വിശദീകരിക്കുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ 13-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അതിൽ പിന്നെ പറയുകയാണ്, ശ്ലോകങ്ങൾ വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്, ഭഗവാൻ അങ്ങനെ ആ മന്ദരപർവ്വതത്തെ ഉയർത്തി ആമയായിരിക്കുന്ന സമയത്ത്, ആമയായി മന്ദരപർവ്വതത്തെ പാലാഴി മദനക്കാലത്ത് ഉയർത്തിയിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ പുറത്ത് ആ മന്ദരപർവ്വതം എന്താ പറയുക, ചെറിയതായിട്ട് നമുക്കിങ്ങനെ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ ചൊറിയില്ലേ, അത്രേ ഉള്ളൂ. ഭഗവാന്റെ ശ്വാസത്തിൽ നിന്ന് ആ ഉണ്ടായ കാറ്റ്, അതുകൊണ്ട് സമുദ്രത്തിലെ ജലം ഇങ്ങനെ ഇളകി മറിഞ്ഞു എന്നാണ്. അതിപ്പോഴും നിന്നിട്ടില്ല എന്നാണ് പറയണത്. കാരണം സകലതിനെയും സജീവമാക്കുന്നത്, സകലതിനെയും സചേതനമാക്കുന്നത് എന്താണ്? ഭഗവാനാണ്. ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങൾ എന്താണ്? പല സ്ഥലത്തായിട്ട് പറയും, വേദങ്ങളാണ് ഭഗവാന്റെ ശ്വാസനിശ്വാസമായിരിക്കുന്നത്. അറിവാണ് അതാണ് ഈ ലോകത്തെ എല്ലാറ്റിനും ചലനമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് നേരത്തെ അദ്ദേഹം ശ്ലോകങ്ങളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ ഭാഗവതത്തിൻ്റെ ഓരോ മഹത്വത്തെയും വർണ്ണിച്ചുകൊണ്ട് സർവവേദാന്തസാരം യത് ബ്രഹ്മ ആത്മൈക ലക്ഷണം വസ്തു അദ്വിതീയം തദ്നിഷ്ഠം കൈവല്യ ഏകപ്രയോജനം. നേരത്തെ അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ടാണത് വിസ്തരിക്കാഞ്ഞത്. എന്താ ഈ ഭാഗവതം? സർവവേദാന്തസാരം. വേദാന്തസാരമതു കേൾപ്പുണ്ടു ഭാഗവതം, വേദം വ്യസിച്ച മുനിമോദം വരാഞ്ഞു പുനരേതച്ചകാരകില നാരായണായ നമ എന്ന് ഭാഗവത കീർത്തനം പറയുന്നു. വേദാന്തസാരമാണ്. നമ്മൾ ഇതിൻ്റെ തുടക്കം മുതൽ കേട്ടിട്ടുണ്ട്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ. വേദമാകുന്ന വൃക്ഷത്തിൻ്റെ മൂത്തുപഴുത്ത ഫലമാണ് ഭാഗവതം. ഇവിടെ പറയാം വേദാന്തസാരമാണ്. വേദത്തെ അതിൻ്റെ സത്താണ്, എസെൻസായിട്ടുള്ളതാണ്, വേദാന്തത്തിൻ്റെ സാരമായിട്ടുള്ളതാണ്. ഇനിയോ അത് ബ്രഹ്മ ആത്മൈകത്വ ലക്ഷണം. ബ്രഹ്മം ആത്മം രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ്
വേദാന്തം ചർച്ച ചെയ്യുമ്പോൾ വരിക. അത് രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്ന് നമ്മളെ ബോധിപ്പിച്ചു തരും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം ഇത്രയും കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് എത്ര ഉണ്ടാവും? ബ്രഹ്മം, ആത്മം എന്നൊക്കെ പറഞ്ഞാൽ, ആത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ വേറെയാണോ? അല്ല, അതൊന്നാ. വസ്തു അദ്വിതീയം. രണ്ടല്ല, ദ്വിതീയമല്ല, രണ്ടല്ല, ഒന്ന് മാത്രമാണ്. ഒന്നിനെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. തത് നിഷ്ഠം. അതിലാണ് നമുക്ക് ഓരോരുത്തർക്കും നിഷ്ഠയുണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നമ്മളെ ആ നിഷ്ഠയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക. കൈവല്യ ഏകപ്രയോജനം. കൈവല്യം, കേവലമായ അവസ്ഥ. കേവലമാത്ര ഒന്ന് മാത്രം. ആ ഒന്ന് മാത്രമായിരിക്കുക, അതായി തീരുക. അതിലേക്കാണ് ഭാഗവതം നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. സർവവേദാന്ത സാരം ഹി ശ്രീമദ്ഭാഗവതമിഷ്യതേ. സർവവേദാന്തങ്ങളിലെയും ആ സാരമാണ് ഭാഗവതം. എല്ലാ ഉപനിഷത്തിൻ്റെയും സാരമാണ്, എല്ലാ അറിവിൻ്റെയും സാരമാണ് ഭാഗവതം. എന്നിട്ട് ഭാഗവതത്തിൻ്റെ ഒരുപക്ഷെ നിങ്ങൾ പല ആൾക്കാരും നിത്യം ചൊല്ലുന്നതായിരിക്കുന്ന ശ്ലോകം ഭാഗവത ഗ്രന്ഥത്തിൽ ഇപ്പോൾ ആവർത്തിച്ചു വരുന്ന ശ്ലോകങ്ങളിൽ ഒന്നായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിലും ഭാഗവതത്തിൻ്റെ അവസാനത്തിലും, ഭാഗവത മാഹാത്മ്യത്തിലെ 6-ാം അധ്യായത്തിൽ വരുന്ന ആ ഒരു ഭാഗം എന്താണ്? ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. എന്താ ഈ ഭാഗവത്തിൻ്റെ പ്രത്യേകത? ശ്രീമദ്ഭാഗവതം പുരാണമമലം. അവിടെ പറയും പുരാണ തിലകെന്ന്, ഇവിടെ പുരാണമമലം. ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടേക്കുണ്ട് ശ്ലോകത്തിൽ. പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണിത്. എന്താ പുരാണം? പുരാ അഭിനവം പുരാണം. പഴയതാണെങ്കിലും പുതുതായിരിക്കുന്നതെന്തോ അത് പുരാണം. നിത്യനൂതനമായിട്ടുള്ളതാണ് പുരാണം. ആ പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. നമ്മൾ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ കാണുണ്ടായി, പലതും എഴുതിയിട്ടും മനസ്സിന് സ്വസ്ഥത ഉണ്ടായില്ല. എന്തോ ചെയ്യാൻ വിട്ടുപോയതുപോലെ, കുറവുള്ളതുപോലെ എന്ന് വേദവ്യാസ മഹർഷിക്ക് തോന്നി. അങ്ങനെ നാരദ മഹർഷി അദ്ദേഹത്തിന് ഉപദേശം കൊടുത്ത അനുസരിച്ചിട്ട് രചിച്ചതാണ് ശ്രീമദ് ഭാഗവതം. അത് എന്താണ്? വൈഷ്ണവാനാം പ്രിയം. ഇവിടെ വൈഷ്ണവാനാം പ്രിയം, മറ്റു സ്ഥലത്ത് വൈഷ്ണവാനാം ധനം. വൈഷ്ണവന്മാരാരാണ്? വിഷ്ണു ഭക്തന്മാർ, വിഷ്ണുവിൻ്റെ ഭക്തന്മാർ. വിഷ്ണു ആരാണ്? ആ എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണ് വിഷ്ണു. സകലയിടത്തുമുള്ളവനാണ് വിഷ്ണു. അതില്ലാത്ത ഇടമില്ല. ഇപ്പോൾ പരമാത്മാവിന്, പരബ്രഹ്മത്തിന്, ബ്രഹ്മത്തിന് ഒക്കെ പറയുന്നൊരു പേരാണെന്ത്? വിഷ്ണു. നമ്മളതിനെ എളുപ്പത്തിൽ മഹാവിഷ്ണു എന്ന് പറഞ്ഞ് ശംഖുചക്ര ഗദാപത്മങ്ങളോടുകൂടിയ ചതുർബാഹുവായ വിഷ്ണുവായിട്ട് പറയുന്നു. ആ വൈഷ്ണവന്മാർക്ക് പ്രിയമായിട്ടുള്ളതാണ് ഈ ഭാഗവതം. യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. നമ്മളെവിടേക്കാണ് അതുകൊണ്ട് എത്തിക്കുന്നത്? ആ പാരമഹംസ്യമായ പദത്തിലേക്ക്, പരമഹംസന്മാരുടെ തലത്തിലേക്കാണ് ഭാഗവതം നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ പഞ്ചമസ്കന്ധത്തിൽ ഋഷഭദേവൻ്റെ ചരിതം പറഞ്ഞ സമയത്ത് അവിടെ പറയും, പരമഹംസ വൃത്തിയെ, ആ കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷഭദേവൻ ഇങ്ങനെ സഞ്ചരിച്ചത്. ആ പരമഹംസ അവസ്ഥ, അതായത് എന്താ പറയുക, ആ പരമാത്മാവിനെ, പരബ്രഹ്മത്തെ വേണ്ട വിധത്തിൽ അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അന്യമല്ല ഇതൊന്നും എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഏതാണ്ട് ശ്രീശുക മഹർഷിയും ആ അവസ്ഥയിലുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയത്തും ഇതേപോലത്തെ വാക്കുകളാണ് അവിടെ പറയുന്നത്. അദ്ദേഹത്തിന് അച്ഛൻ വിളിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി മരങ്ങൾ പ്രതിവചിച്ചു എന്നാണ്. സർവഭൂതഹൃദയം മുനിം ആനതോസ്മി എന്നാണ്. എല്ലാ ജീവജാലങ്ങളും താൻ തന്നെയായി കണ്ട മുനിക്ക് വേണ്ടിയിട്ട് തരവഹ അഭിനേതു, മരങ്ങളാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ പരമഹംസ അവസ്ഥ എന്താ? ഹംസത്തിൻ്റെ പ്രത്യേകത. ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നം. അരയന്നം പാലും വെള്ളവും വെച്ച് കൊടുത്താൽ പാല് കുടിക്കുന്നുണ്ട്. ക്ഷീരനീര വിവേകം, അതായത് വേണ്ടതിനെ തിരിച്ചറിഞ്ഞ് എടുക്കാനുള്ള കഴിവ്. ഹംസൻ, അതിൽ ശ്രേഷ്ഠൻ പരമഹംസൻ.
ഈ ലോകത്ത് എന്താണ് നിത്യ അനിത്യ വസ്തു വിവേകം എന്ന് പറയും. സാധാരണ നിത്യമായതെന്താണ് അനിത്യമായതെന്താണ് എന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവ്, വേണ്ടതേത് വേണ്ടാത്തതേത്, ചെയ്യേണ്ടതേത് ചെയ്യരുതാത്തതേത്, നല്ലതേത് ചീത്തയേത് എന്നൊക്കെ അറിയണം സാധാരണ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ തന്നെ. ഇനി അതിൽ തന്നെ ഈ ലോകത്തിൻ്റെ ക്ഷണികത്വം, നിസ്സാരത അതിനെ മനസ്സിലാക്കുന്ന ആളുകളാണ് വിവേകികളായിട്ടുള്ള ആൾക്കാർ. അതിൽ ആ നിസ്സാരമായതിനോട് ഒട്ടും താല്പര്യമില്ലാതെ കണ്ട് ആ സാരത്തെ മാത്രം കരുതുന്നവരാണ് ഹംസന്മാരായിട്ടുള്ള ആൾക്കാർ. അവർ ശ്രേഷ്ഠന്മാരായിട്ടുള്ളതാണ് പരമഹംസരായിട്ടുള്ള ആൾക്കാർ. അടുത്ത കാലത്ത് അങ്ങനെ പേര് കേട്ടത് വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണദേവനാണ്. ശ്രീരാമകൃഷ്ണ പരഹംസർ. നമ്മളിലേക്ക് അത് മാത്രമാണ്. അതേപോലത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിനൊക്കെ ആളുകൾ ജീവിച്ച നാടാണ് ഈ ഭാരതം. അപ്പോൾ ആ പരമഹംസ വൃത്തിയിലേക്ക് നമ്മളെ എത്തിക്കാനാണ് ഈ പരമമായ അറിവിനെ നമുക്ക് പറഞ്ഞു തന്നത്. ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാന വിരാഗഭക്തി സഹിതം. ആ അറിവിനെ നേടുക. അറിവിനെ നേടുന്ന സമയത്ത് ഒപ്പം സംഭവിക്കുന്ന കാര്യം എന്താണ്? വിരാഗമുണ്ടാകും, രാഗം പോകും. എന്താ രാഗം? ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളോടും നമുക്ക് താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും എന്താ പറയുക, തിരിച്ച് കടിക്കാത്തതിനൊക്കെ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാറ്റിനോടും വലിയ താല്പര്യമാണ്. ഈ രാഗമൊക്കെ കുറയ്ക്കണം. രാഗം അമിതമായ താല്പര്യം. ഈ ലോകത്തെ ക്ഷണികങ്ങളായ ജഡങ്ങളായ സാധനങ്ങളോടൊക്കെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വലിയ താല്പര്യമാണ്. അതിനൊക്കെ അപ്പുറത്ത് എന്ത് വേണം? വിരാഗമുണ്ടാകണം. വിഗതഃ രാഗഃ, രാഗമില്ലാത്ത അവസ്ഥ. ആ വിരാഗത്തെ നേടും. തത്രജ്ഞാന വിരാഗ ഭക്തി സഹിതം. ഭക്തി 3 കാര്യങ്ങളാണ്. ജ്ഞാനവൈരാഗ്യങ്ങളും ഭക്തിയും. നമ്മൾ മാഹാത്മ്യത്തിൽ കഥ കേട്ടിട്ടുണ്ട്. ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ, ഇല്ലേ? ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആൾക്കാർ വിളിച്ചാൽ മതി. ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ എന്നാണ് ഭാഗവതം പറയുക. അപ്പോൾ ഭക്തി ജ്ഞാനവൈരാഗ്യം. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ വേണം, ഭക്തി വേണം. അപ്പോൾ ഭാഗവതം ഭക്തിയിലൂടെയാണ് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നത്. തത്രജ്ഞാന വിരാഗഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. നൈഷ്കർമ്യമാവിഷ്കൃതം, നൈഷ്കർമ്മ്യത്തിലേക്ക്. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ കണ്ടിരിക്കുക എന്നുള്ള അവസ്ഥ. അത് നമ്മൾ സാധാരണ ഒന്നും ചെയ്യാതെ കണ്ടിരിക്കുന്ന മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയല്ല. എല്ലാ കർമ്മങ്ങളും തനിയെ ഇല്ലാതെ കണ്ടായി ഇനി കർമ്മങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക്. അതാണ് നൈഷ്കർമ്മ്യാവസ്ഥ. അത് മനസ്സിലാവണമെങ്കിൽ, പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവില്ല, കർമ്മങ്ങൾ എവിടുന്നാണ് ഉണ്ടാവുന്നതെന്ന് അറിയണം. കർമ്മങ്ങൾ ഉണ്ടാവുന്നത് കാമനയിൽ നിന്നാണ്. കാമനകൾ എവിടുന്നാണ് ഉണ്ടാവുന്നത്? സങ്കല്പത്തിൽ നിന്നാണ്. സങ്കല്പം എവിടുന്നാണ് ഉണ്ടാവുന്നത്? സങ്കല്പം ഉണ്ടാവുന്നത് നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നാണ്, അജ്ഞാനത്തിൽ നിന്നാണ്. അജ്ഞാനത്തിൽ നിന്നുണ്ടായ സങ്കല്പം അത് ആഗ്രഹമായി, കാമനയായി. ആ കാമനയെ പൂർത്തീകരിക്കാൻ കർമ്മമുണ്ടായി. ആ കർമ്മം ചെയ്യാനായി ജന്മമുണ്ടായി. ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ കഥ. എന്താ അജ്ഞാനം? ഈ ലോകത്തുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള അജ്ഞാനമല്ല, അറിവില്ലായ്മയല്ല. അജ്ഞാനം ഞാൻ പൂർണ്ണനാണ്, ഞാൻ തൃപ്തനാണ്, ഞാൻ സന്തുഷ്ടനാണ് എന്ന കാര്യം നമുക്ക് മറന്നുപോയി, നമ്മൾ വിസ്മരിച്ചു പോയി, ഇല്ലേ? ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് നിർത്തിയ സമയത്ത് നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച് പോയിട്ട്, ഞാൻ ഉൾപ്പെടെ പോയിട്ട് എന്താ ചെയ്തത്? ഭക്ഷണം കഴിച്ചു. കാരണം എന്താ? നമ്മൾ പൂർണ്ണമല്ല, വിശക്കുന്നുണ്ട്, ഇല്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ച് വന്നിരുന്ന വഴിക്ക് ആരെങ്കിലും പോയോ, വരുമോ, ഇപ്പോൾ തിരക്കൊന്നുമില്ല, ഒന്നുകൂടി പോയി കഴിക്കാമെന്ന് പറഞ്ഞാലോ? നമ്മൾ പറയും വേണ്ട, ഇതന്നെ കൂടുതലായി, അല്ലേ? നമ്മൾ നിറഞ്ഞു കഴിഞ്ഞു. നിറഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴാണോ നിറയുന്നത്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലല്ല, ശരിക്കും ഞാൻ പൂർണ്ണനാണെന്ന് എപ്പോഴാണോ നമുക്ക് തോന്നുന്നത്, പിന്നെ നമുക്ക് സങ്കല്പങ്ങളുണ്ടാകും. അപ്പോൾ ഊണിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് തോന്നിയില്ല, ഇല്ലേ? ഒരു ഭക്ഷണത്തെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാവില്ല വയറ് നിറഞ്ഞാൽ. ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചാലോ, ഇന്ന ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹം ഉണ്ടായി. പിന്നെ ആ ആഗ്രഹം വന്നാലോ, നമ്മളിവിടെ കിട്ടിയില്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കും, ഇല്ലേ? ഇനി പുറത്തും കിട്ടിയില്ലെങ്കിലോ നമ്മൾ വീട്ടിൽ പോയി ഉണ്ടാക്കും.
പിന്നെ അതിനു വേണ്ടിയുള്ള പ്രയത്നം നടക്കും. ഇങ്ങനെയാണ് കർമ്മം ഉണ്ടാവുന്നത്. അറിവില്ലായ്മയെ തുടർന്ന് ബുദ്ധിയിലുണ്ടാകുന്ന സങ്കല്പം, മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം അല്ലെങ്കിൽ കാമന, ആ കാമനയെ പൂർത്തീകരിക്കാൻ കർമ്മം, ആ കർമ്മത്തിന് വേണ്ടി ജന്മം. ഇവിടെ പറയാണ് നൈഷ്കർമ്മ്യമാവിഷ്കൃതം. ആ കർമ്മങ്ങളില്ലാത്ത അവസ്ഥയെ നമുക്ക് എത്തിച്ചു തരും. അതുകൊണ്ട് ഈ ഭാഗവതം എന്ത് ചെയ്യണം? തത് ശൃണ്വൻ, അതിനെ കേൾക്കണം. തത് ശൃണ്വൻ വിപഠൻ, ശരിക്കും പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. വിപഠൻ വിചാരണപരോ, വിചാരം ചെയ്യണം. വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രവണ മനന നിധിധ്യാസനം ചെയ്യണം. ഇവിടുത്തെ ഭാഷയിലാണെങ്കിൽ പറയുകയാണെങ്കിൽ കേൾക്കുക, അതിനെ പഠിക്കുക, വിചാരം ചെയ്യുക. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രവണം ചെയ്യണം. പവനപുണ്യേന ശ്രവണം കുര്യാത്. എത്ര കാലം നമുക്ക് കേൾക്കാൻ സാധിക്കുമോ അത്രയും കാലം നന്നായി കേൾക്കണം. എന്ത് കേൾക്കണം? കണ്ണി കേട്ടത് കാര്യമില്ല. ഒരു റേഡിയോ FM അതിൻ്റെ പരസ്യമുണ്ട്, കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ എന്നാണ് അതിൻ്റെ പരസ്യം. അവരുടെ FM കേൾക്കാനാണ് പറയുന്നത്. പക്ഷെ നമുക്കുള്ള പരസ്യം എന്താണെന്ന് വെച്ചാൽ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. എന്ത്? അവനവനെക്കുറിച്ച് ആധ്യാത്മിക കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ നിരന്തരം കേട്ടു. എത്ര കേട്ടാലും മതിയാവില്ല, അത്രയധികം കേൾക്കണം, നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ശ്രവണം വളരെ പ്രധാനമാണ്. ഭാഗവത ശ്രവണം വളരെ പ്രധാനം. ഭഗവാനെക്കുറിച്ച് കേൾക്കുക. ഇനിയോ അറിയുക, പഠിക്കുക. നമ്മൾ ഏത് ഈശ്വരനെയാണോ ഭജിക്കുന്നത് ആ ഈശ്വരനെ കുറിച്ച് അറിഞ്ഞ് ഭജിച്ചാൽ, അറിഞ്ഞ് ഉപാസിച്ചാൽ ഫലം വേറെയാണെന്നാണ്. അറിയാണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇല്ലേ. ചിലപ്പോൾ നമ്മൾ ഈ മരുന്നൊക്കെ ധാരാളം കഴിക്കുന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്യുന്നതിൽ കൂടുതലും ഇല്ലേ. നമ്മൾ കഴിക്കുന്ന മരുന്ന് എന്തിനുള്ള മരുന്നാണെന്ന് അറിഞ്ഞ് കൃത്യമായി അറിഞ്ഞ സമയത്തിന് കഴിച്ചാലോ അതിന് ഫലം വേറെയാണ്. വെറുതെ എടുത്ത് കഴിക്കുന്നതും അറിഞ്ഞു കഴിക്കുന്നതും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെ ഭജിക്കുന്നുവോ ആ ഈശ്വരനെ അറിഞ്ഞ് ഭജിക്കണം, അറിഞ്ഞ് ഉപാസിക്കണം എന്നാണ്. ആരാണ് ഈശ്വരൻ, എന്തിനാണ് ഈശ്വരൻ, എങ്ങനെയാണ് ഈശ്വരനെ ഭജിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തത് ശൃണ്വൻ. അതിനെപ്പോൾ കേട്ടാലേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് നന്നായി പഠിക്കണം. പിന്നെ അതിനെക്കുറിച്ച് വിചാരണപരോ, വിചിന്തനം ചെയ്യണം. ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ തത് ശൃണ്വൻ വിപഠൻ വിചാരണപരോ. ഇവിടെ ഒരു കാര്യം, ഭക്തിയോട് കൂടിയിട്ടാണ്. ഭക്തി എന്നുള്ള വാക്ക് പല തരത്തിലും അവിടെ ഉപയോഗിക്കാം. വിമുച്യേന്നരഹ, നമ്മളെ മോചിപ്പിക്കും. ഓരോ മനുഷ്യനെയും മോചിപ്പിക്കും. എവിടുന്ന് മോചിപ്പിക്കുന്നു? നമ്മളെല്ലാവരും പറയുന്നതാണ് ഈ ജന്മെങ്കിലും മോക്ഷം കിട്ടിയാൽ മതിയായിരുന്നു, മുക്തി കിട്ടിയാൽ മതിയായിരുന്നു ഭഗവാനെ ഗുരുവായൂരപ്പ എന്നൊക്കെ. എന്താ മോക്ഷം, എന്താ മുക്തി? മോചനമാണ്. എന്തിൽ നിന്നുള്ള മോചനമാണ്? നമ്മളെ എല്ലാവരെയും കയറില്ലാതെ കണ്ട് കെട്ടിയിരിക്കുകയാണ്. കെട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ കെട്ടിയിട്ടുണ്ട്, എന്നാൽ ഇല്ലേ ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമ്മളെല്ലാവരും ബന്ധനത്തിലാണ്. എന്തുകൊണ്ടാണ് ഇത്തരം പരിപാടികൾക്കൊക്കെ ധാരാളം ആൾക്കാർ വരാത്തതിൻ്റെ ഒരു കാരണം? ആൾക്കാർ ധാരാളം വരുന്നുണ്ട്, ഇതിലും കൂടുതൽ ആൾക്കാർക്ക് വരാം. പക്ഷെ എന്താ പറയുക, ഓരോരുത്തരും ഓരോ കെട്ടിൽ പെട്ടിരിക്കുക ഇല്ലേ. ചിലപ്പോൾ ജോലി കെട്ടായിരിക്കാം, ചിലപ്പോൾ വീട്ടിലെ കെട്ടായിരിക്കാം, ചിലപ്പോൾ കുട്ടികളെ നോക്കണ കെട്ടായിരിക്കാം. എല്ലാ കെട്ടിലും പെട്ടിരിക്കുക. നമ്മളെ ഈ എല്ലാ കെട്ടിനും കൂടി എളുപ്പത്തിൽ പറയാവുന്നൊരു കെട്ടിൻ്റെ പേരാണ് സംസാര ബന്ധനം. ഈ ലോകത്തിൽ കെട്ടിയിട്ടിരിക്കുക. ആ സംസാര ബന്ധനത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും മുക്തരാക്കും. നമ്മൾ ഓരോരുത്തരെയും മുക്തരാക്കും ഭാഗവതം. അതുകൊണ്ട് ഈ ഭാഗവതത്തെ ആശ്രയിച്ചുള്ളൂ. സദാ സേവ്യ, സദാ സേവ്യ, സാധു സാധു പദേ പദേ എന്ന് ഒക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഉപാസിച്ചോളൂ, സേവിച്ചോളൂ എന്ന്. എന്നിട്ട് അത് പറഞ്ഞു വന്നിട്ടാണ് ഭാഗവതത്തിൻ്റെ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും. അതായത് ആദ്യം എന്താണ് പറയാൻ പോകുന്നത് എന്ന് പറയും, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അവസാനം എന്താണ് പറഞ്ഞു വെച്ചത് എന്നും പറയും. എന്താണ് ഇവിടെ അടിവരയിട്ട് വായിക്കേണ്ടത്? നമ്മുടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്നതാണ്. ഭാഗവതത്തിലെ ഏറ്റവും സുപ്രധാനമായ വരിയിൽ ഒന്നാണെന്ത്? സത്യം പരം ധീമഹി. പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. എന്താ സത്യം? നമ്മളെല്ലാവരും സത്യം ചെയ്യുകയും സത്യം പറയുകയും സത്യം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എന്താ സത്യം? പറയുകയാണ്, സത്യം എന്ന് പറഞ്ഞാൽ ത്രികാല അബാധിത വസ്തു സത്, അല്ലെങ്കിൽ സത്യം എന്നാണ്.
അല്ലെങ്കിൽ കാലത്രയേപി തിഷ്ഠതി ഇതി സത്. 3 കാലത്തിലും മാറ്റമില്ലാതിരിക്കുന്നതെന്തോ അതാണ് സത്ത്. അല്ലെങ്കിൽ 3 കാലവും എന്തിനെയാണോ ബാധിക്കാത്തത് അതാണ് സത്ത് അല്ലെങ്കിൽ സത്യമായിട്ടുള്ളത്. ഏതാ 3 കാലം? കഴിഞ്ഞുപോയ കാലം, ഇപ്പം നടക്കുന്ന കാലം, വരാൻ പോകുന്ന കാലം. ഈ 3 കാലവും ബാധിക്കാതെ കണ്ടിരിക്കുക, ഈ 3 കാലത്തിൻ്റെയും പിടിയിൽപ്പെടാതെ കണ്ടിരിക്കുക, അതാണ് സത്ത്. എന്നുമുള്ളത് സത്യം, സത്ത്. ആ സത്യം, ആ സത്യത്തെയാണ്, എക്കാലത്തുമുള്ള ഒന്നിനെയാണ് നമ്മൾ ഭജിക്കുന്നത്. ഭഗവാന്റെ പേര് പറയുമ്പോൾ മഹാത്മ്യത്തിൽ തന്നെ ആദ്യം തന്നെ പറയും സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ആദ്യം തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കാണ് മഹാത്മ്യത്തിൽ. സച്ചിദാനന്ദ, സത്ത് ചിത്ത് ആനന്ദം, ഭഗവാന്റെ ഏറ്റവും ഉയർന്ന പേരാ. അല്ലെങ്കിൽ വേറൊരു വേദാന്ത വാക്യം പറഞ്ഞെങ്കിൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. സത്യമാണ്, സത്യമാണത്, അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് അനന്തം. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം. ആ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. സത്യം പരം ധീമഹി, ആ പരമമായ സത്യത്തെ ഞാൻ, സത്യം പലതില്ല, ഒന്നേ ഉള്ളൂ, എക്കാലത്തും മാറ്റമില്ലാതെ, ഒരു മാറ്റവുമില്ലാതെ എന്നുമുള്ളത് അത് മാത്രമേ ഉള്ളൂ. ആ പരമസത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പോൾ ആ പരമസത്യത്തെയാണ് നമുക്ക് ഇതുവരെ പറഞ്ഞു തന്നത്. ആ വേദാന്ത സാരത്തെയാണ് നമുക്ക് ഇതുവരെ പറഞ്ഞു തന്നത്. ആ കേവലമായ ഒന്നിനെക്കുറിച്ചാണ് നമുക്ക് ഇതുവരെ പറഞ്ഞു തന്നത്. അതിനെ ഞാൻ ധ്യാനിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. അവസാനിക്കുന്ന ഭാഗം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം സപ്താഹത്തിനൊക്കെ പോയി പരിചയമുള്ള ആൾക്കാർക്ക് എന്തായാലും പരിചയമുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവസാനം എല്ലാ ആചാര്യന്മാരും അതിങ്ങനെ 2-3 തവണയൊക്കെ ചൊല്ലിക്കും. വീണ്ടും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. എന്താണ്? ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്ത്വം നോ യത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. എത്രയെത്ര ജന്മമെടുക്കാൻ ഭക്തന്മാർ തയ്യാറാണ്. പക്ഷെ എന്ത് വേണം? അപ്പൊക്കെ ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം. അതാണ് കാര്യം. ഭക്തന്മാർ വെറുതെ ജന്മം എടുക്കില്ല. ജന്മം എടുക്കുന്നത് എന്താണ്? കർമ്മം കൊണ്ടാന്ന് നേരത്തെ കണ്ടു. അപ്പം അങ്ങനെ കുറേ ജന്മം വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷേ എല്ലാ ജന്മത്തിലും ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം. അതാ വലിയ പ്രാർത്ഥന. ഇനിയോ ഭഗവാന്റെ നാമം ജപിച്ച, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം, നാമജപം കൊണ്ട് എല്ലാ പാപങ്ങളും ഇല്ലാതെ കണ്ടാവും. പ്രണാമോ ദുഃഖശമന, ആരാണോ അദ്ദേഹത്തെ നമസ്കരിക്കുന്നത്, പ്രണമിക്കുന്നത്, എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെ കണ്ടാക്കും. തം നമാമി ഹരിം പരം, ആ പരമമായ ഹരിയേതാ നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ നമസ്കരിക്കേണ്ടതാണ്. നമ്മുടെ സകല ദുഃഖത്തെയും ഇല്ലാതെ കണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപത്തെയും ഭഗവാന്റെ നാമത്തെയും സ്മരിച്ചുകൊണ്ടാണ്. ചില ആചാര്യന്മാർ പറയും, നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും, എന്താ ഭാഗവതം കൊണ്ട് വേണ്ടത്? നന്നായി നാമം ജപിക്കുക, ലജ്ജ വിട്ട് നാമം ജപിക്കാതാവുക എന്നുള്ളതാണ് എന്ന് പറയും. നാമപുരാണം, ഭാഗവതം നാമപുരാണം എന്നൊരു വാക്കുണ്ട്. ഭാഗവതം എന്ന് പേരായ പുരാണം എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ ചില ആചാര്യന്മാർ അതിനെ വിശദീകരിക്കുക ഭാഗവതം നാമപുരാണം എന്ന് പറഞ്ഞിട്ടാണ്. നാമജപത്തെ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണം എന്നുള്ള പ്രത്യേക രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അതിനാണ് കൂടുതലും പ്രചാരം. അപ്പോൾ ഭാഗവതത്തെ നമ്മൾ ഉപാസിക്കുക, ഭാഗവതത്തെ അറിയുക, ഭഗവാനിലേക്ക് നിരന്തരമായ ഭക്തി ഉണ്ടാവട്ടെ. സപ്തമസ്കന്ധത്തിലെ ഭാഗവതത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം പറയുമ്പോൾ പറയും, തസ്മാത് കേനാപി ഉപായേന മനഃകൃഷ്ണേ നിവേശേൻ. അതുകൊണ്ട് ഏത് മാർഗം സ്വീകരിച്ചിട്ടായാലും ശരി നമ്മുടെ മനസ്സിൽ കൃഷ്ണനിലേക്ക് പോകണം. മനഃകൃഷ്ണേ നിവേശേ, കൃഷ്ണനിൽ വസിക്കണം. അതാണ് ഭാഗവതത്തിൻ്റെ കേന്ദ്രബിന്ദു. ഏത് മാർഗം സ്വീകരിച്ചിട്ടായാലും ശരി
നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക്, അത് ഭക്തിയായാലും കൊള്ളാം, വിദ്വേഷമായാലും കൊള്ളാം, ഭയമായാലും കൊള്ളാം, ദാസനായാലും കൊള്ളാം, സുഹൃത്തായാലും കൊള്ളാം, ബന്ധുവായാലും കൊള്ളാം, കാമുകനായാലും കൊള്ളാം, ഭർത്താവായാലും കൊള്ളാം, ഏത് ഭാവമായാലും കുഴപ്പമില്ല, ഭഗവാനിലേക്ക് എത്തണം എന്നാണ്. നിഷ്കപടമായ, നിഷ്കളങ്കമായ, അചഞ്ചലമായ, ഏകാന്തമായ ഭക്തിയാണ് ഏറ്റവും വേണ്ടത്. അപ്പോഴാണ് അവിടെ നാമസങ്കീർത്തനത്തിനൊക്കെ പ്രസക്തി, ഭഗവത് സ്മരണയ്ക്കൊക്കെ പ്രസക്തി. ഇങ്ങനെ പറഞ്ഞ് ഒട്ടുമിക്ക സപ്താഹങ്ങളും ഭഗവാന്റെ അവതാരത്തെ സ്മരിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുക. അപ്പോൾ സത്രവും അങ്ങനെ തന്നെ വേണം. ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വരണ്ടേ. നേരത്തെ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് പോകണം, അല്ലെങ്കിൽ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വരണം. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഭഗവാൻ വരണം. അതിനെന്താ ചെയ്യുക? ആദ്യം കണ്ണടയ്ക്കുക, നിവർന്നിരിക്കുക, എന്നിട്ട് ഉള്ളിൽ ഭഗവാന്റെ രൂപത്തെ കാണാം. ഞാൻ പറഞ്ഞിട്ടേ കണ്ണു തുറക്കാവൂ കേട്ടോ. അധികം സമയമൊന്നും എടുക്കില്ല. കണ്ണടയ്ക്കാൻ പറയുക സ്വാമിജി ഇറങ്ങി പോയാൽ ബുദ്ധിമുട്ടാവില്ലേ? കണ്ണടച്ചിരിക്കുക, എല്ലാവരും കണ്ണടച്ചിരിക്കുക, ഉറങ്ങരുത് കേട്ടോ. അടുത്തുള്ള ആളൊന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു, അയക്കുന്ന തോണ്ടാൻ, അപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ ഭഗവാന്റെ രൂപത്തെ നന്നായിട്ട് ഉള്ളിൽ കാണാം. കണ്ണടച്ച് നിവർന്നിരുന്ന് എങ്ങനെ കാണണം? നിങ്ങൾക്ക് ഏത് ഭാവത്തിലാണോ ഭഗവാനെ ഇഷ്ടം, ഗുരുവായൂരപ്പനെ ഇഷ്ടം, ഉണ്ണിക്കണ്ണനായിട്ടാണെങ്കിൽ അങ്ങനെ മനോഹരമായ ഭഗവാന്റെ രൂപത്തെ നന്നായിട്ട് ഉള്ളിൽ കാണാം. ഭഗവാന്റെ ആ നെറുകയിൽ മയിൽപ്പീലിയുണ്ട്. ഭഗവാന്റെ മനോഹരമായ ആ ചുരുണ്ട മുടി, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ നെറ്റിത്തടം, അതിൽ ഗോപിക്കുറിയുണ്ട്. തൻ്റെ പുരികക്കൊടികൾ അതൊന്ന് ഇളകിയാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഭഗവാന്റെ മനോഹരമായ പുരികക്കൊടികൾ, നമ്മളെ നോക്കി കരുണയോടുകൂടി നോക്കുന്നതായ രണ്ട് കുഞ്ഞി കണ്ണുകൾ, മനോഹരമായ ഭഗവാന്റെ ആ മൂക്ക്, എള്ളിൻ പൂവ് തോറ്റുപോകുന്ന സൗന്ദര്യത്തോടു കൂടിയ മൂക്ക്, നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നതായ ഭഗവാന്റെ കുഞ്ഞി ചുണ്ടുകൾ, ചുവന്ന് തുടുത്ത ചുണ്ടുകൾ, കണ്ണാടി പോലെയുള്ള ഭഗവാന്റെ ആ കവിൾത്തടം, ആ കാതിലെ കുണ്ടലങ്ങൾ, അത് പ്രതിബിംബിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ കവിൾത്തടം, ഭഗവാന്റെ മനോഹരമായ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖം, ഭഗവാന്റെ ആ കഴുത്ത്, ആ കഴുത്തിൽ കൗസ്തുഭരത്നമുണ്ട്. പിന്നെ ഭഗവാന്റെ മാറിലെ വനമാലകളും മുത്തുമാലകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്, മറു കയ്യിൽ വെണ്ണയുണ്ട്. ഭഗവാൻ മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അരയിൽ അരഞ്ഞാണമുണ്ട്, അരമണിയുണ്ട്. ഭഗവാന്റെ പാദങ്ങളിൽ പൊൻചിലമ്പുണ്ട്. ഭഗവാന്റെ ആ ഭക്തന്മാർക്ക് എന്നും അഭയത്തെ കൊടുക്കുന്നതായ ഭഗവാന്റെ പാദങ്ങൾ, ഇതൊക്കെ അങ്ങനെ മനസ്സിൽ നന്നായിട്ട് കാണാം. ഇവിടെ ഒരു കീർത്തനത്തെ ചൊല്ലും, ഭഗവാന്റെ രൂപത്തെ ഉള്ളിൽ സ്മരിച്ച് ഇരിക്കുക. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. പത്മജാർച്ചിത പാപ വിമോചന, പത്മനാഭ മുരഹര മാധവ, വൃഷ്ണിവംശജ കേശവ ഗോവിന്ദ, കൃഷ്ണ കൃഷ്ണ കരുണാകര ജയ. ശ്യാമളമണിവർണ്ണാനിൻ മംഗളകോമള വേണുഗാനം ശ്രവിക്കയാൽ പ്രേമമുഗ്ധരാമായിരമായിരം ഗോപഗോപിമാരൊത്തിങ്ങനുദിനം, നാഗവും തൊഴും ശ്രീ ഗുരുവായൂരാം, ഗോകുലത്തിൽ കളിക്കും ഭഗവാനെ. ശ്രീ ഗുരുവായൂരാം, ഗോകുലത്തിൽ കളിക്കും ഭഗവാനെ. നാഗവും തൊഴും ശ്രീ ഗുരുവായൂരാം, ഗോകുലത്തിൽ കളിക്കും ഭഗവാനെ. പുഞ്ചിരി ചൊരിഞ്ഞെന്നേർക്കു നീട്ടുമീ കുഞ്ഞിത്തൃക്കൈയിൽ എന്തു നൽകേണ്ടു ഞാൻ. പുഞ്ചിരി ചൊരിഞ്ഞെന്നേർക്കു നീട്ടുമീ കുഞ്ഞിത്തൃക്കൈയിൽ
എന്തു നൽകേണ്ടു ഞാൻ. നാരദ വീണയാടിയോരെണ്ണയും ശ്രീശുക ഭക്തി തേപ്പിച്ച വാകയും ഉദ്ധവരുടെ നെയ്വിളക്കും വനസിദ്ധ ഗോപികൾ ചാർത്തിയ മാലയും പാവനമാം കുചേലപ്രതുകവും ശ്രീവിതുരൻ്റെ ഭക്തി നിവേദ്യവും പ്രേമരൂപനാം ശ്രീവില്വമംഗലം ഓമനിച്ചേകി വന്ന പഴങ്ങളും തുഞ്ചനാം കവി നേദിച്ച വെണ്ണയും നറുക്കുരൂരമ്മ നൽകിയ പൈമ്പാലും തൃപ്പദത്തിൽ സമസ്തം സമർപ്പിച്ച മേൽപ്പത്തൂരിൻ്റെ 1000 തൃപ്പദത്തിൽ സമസ്തം സമർപ്പിച്ച മേൽപ്പത്തൂരിൻ്റെ 1000 ആനന്ദ കണ്ണുനീരിലരച്ചതാം പൂന്താനത്തിൻ കളഭക്കുറിക്കൂട്ടും ആനന്ദ കണ്ണുനീരിലരച്ചതാം പൂന്താനത്തിൻ കളഭക്കുറിക്കൂട്ടും മാധ്വിചോരും ഭഗവൽ കഥാമൃതം മാധുരി ചേർത്ത ദിവ്യലഹരിയാൽ ധാടി വിട്ടി മണലിൽ ഉരുണ്ടതാം കൂടല്ലൂരിൻ്റെ വച്ച നിവേദ്യവും ധാടി വിട്ടി മണലിലുരുണ്ടതാം കൂടല്ലൂരിൻ്റെ വച്ച നിവേദ്യവും മാനിച്ചങ്ങന്നു പീലി സമ്മാനിച്ച മാനവേദൻ്റെ താമരമാലയും മാനിച്ചങ്ങന്നു പീലി സമ്മാനിച്ച മാനവേദൻ്റെ താമരമാലയും ഹൃത്തടത്തിൽ ഈ പാദം പ്രതിഷ്ഠിച്ചോരു ഏറ്റുകാരൻ്റെ ചെന്തങ്ങിളനീരും ഹൃത്തടത്തിൽ ഈ പാദം പ്രതിഷ്ഠിച്ചോരു ഏറ്റുകാരൻ്റെ ചെന്തങ്ങിളനീരും അമ്പോടുമേറ്റുകോൾമയിർ കൊണ്ടോരു തമ്പുരാനു തരേണ്ടതെന്തോന്നു ഞാൻ അമ്പോടുമേറ്റുകോൾമയിർ കൊണ്ടോരു തമ്പുരാനു തരേണ്ടതെന്തോന്നു ഞാൻ ഉണ്ണിത്തൃക്കാൽക്കൽ കാണിക്ക വയ്ക്കുവാൻ ഒന്നുമില്ലെൻ്റെ കയ്യിൽ ഭഗവാനെ ഉണ്ണിത്തൃക്കാൽക്കൽ കാണിക്ക വയ്ക്കുവാൻ ഒന്നുമില്ലെൻ്റെ കയ്യിൽ ഭഗവാനെ ഉണ്ണിക്കണ്ണനാം വൈദ്യനെ തേടുന്ന ഉണ്ണിക്കണ്ണനാം വൈദ്യനെ തേടുന്ന കണ്ണു പോയ നിർഭാഗ്യരോഗി ഞാൻ ഉണ്ണിക്കണ്ണനാം വൈദ്യനെ തേടുന്ന കണ്ണു പോയ നിർഭാഗ്യരോഗി ഞാൻ ഉണ്ണിക്കണ്ണ ഹേ ശക്തനല്ല ഓർക്കിലി എണ്ണയാം മരുന്നിൻ്റെ വില തരാൻ ഉണ്ണിക്കണ്ണ ഹേ ശക്തനല്ല ഓർക്കിലി എണ്ണയാം മരുന്നിൻ്റെ വില തരാൻ ഇന്നു ദാസരെ കാക്കുവാനങ്ങുന്നു ചന്ദനക്കുന്നുയർത്തുന്നു തൃക്കയ്യാൽ ഇന്നു ദാസരെ കാക്കുവാനങ്ങുന്നു ചന്ദനക്കുന്നുയർത്തുന്നു തൃക്കയ്യാൽ എന്നുമാളല്ല അടിയൻ അനുഗ്രഹ ചന്ദന പ്രസാദത്തിൻ വില തരാൻ എന്നുമാളല്ല അടിയൻ അനുഗ്രഹ ചന്ദന പ്രസാദത്തിൻ വില തരാൻ അമ്പിലി ലോകഗോളം ഭരിക്കുമൻ തമ്പുരാനു തരേണ്ടതെന്തോന്നു ഞാൻ അമ്പിലി ലോകഗോളം ഭരിക്കുമൻ തമ്പുരാനു തരേണ്ടതെന്തോന്നു ഞാൻ ഉണ്ണിക്കണ്ണ ഹേ ശക്തനല്ല ഓർക്കിലി എണ്ണയാം മരുന്നിൻ്റെ വില തരാൻ താണു കേണു ചെറുവേണു തൃക്കാൽക്കൽ കാഴ്ചവെക്കുന്നു വേണുഗോപാല ഞാൻ താണു കേണു ചെറുവേണു തൃക്കാൽക്കൽ കാഴ്ചവെക്കുന്നു വേണുഗോപാല ഞാൻ എൻ്റെ കയ്യിലുണ്ടങ്ങുന്നു നൽകിയ മർത്യജന്മമാം ഓടക്കുഴൽ മാത്രം എൻ്റെ കയ്യിലുണ്ടങ്ങുന്നു നൽകിയ മർത്യജന്മമാം ഓടക്കുഴൽ മാത്രം താണു കേണി ചെറുവേണു തൃക്കാൽക്കൽ കാഴ്ചവെക്കുന്നു വേണുഗോപാല ഞാൻ തെറ്റ് സർവം ക്ഷമിച്ച് അമ്മ പാഴ്മലം പറ്റിക്കേഴും കിടാവിന എന്ന പോൽ ഉൾക്കുരുന്നിൽ കനിവൊത്തിവനെയും
തൃക്കരത്താൽ എടുത്തു ചേർക്കേണമേ. തെറ്റു സർവം ക്ഷമിച്ച് അമ്മ പാഴ്മലം പറ്റിക്കേഴും കിടാവിന എന്ന പോൽ ഉൾക്കുരുന്നിൽ കനിവൊത്തിവനെയും തൃക്കരത്താൽ എടുത്തു ചേർക്കേണമേ. ദേവകീ സുധ രാധിക വല്ലഭ ഭാവനവനചാരിൻ ഗിരിധര ഗോവിന്ദ നന്ദസൂനോ യശോദ സുധാകര സുന്ദര വനചന്ദ്ര ജയ ജയ. സുസ്മിതാനന്ദ സാന്ദ്ര ജയ ജയ. വേണുവാദന ശീലാ ജയ ജയ. സുസ്മിതാനന്ദ സാന്ദ്ര ജയ ജയ. വേണുവാദന ശീലാ ജയ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കണ്ണടച്ച് നിവർന്നിരുന്ന് ഭഗവാന്റെ രൂപത്തെ നന്നായി ഉള്ളിൽ കണ്ട് നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും ആ ഗുരുവായൂരപ്പൻ്റെ പദങ്ങളിൽ, ഉണ്ണിക്കണ്ണൻ്റെ പദത്തിൽ സമർപ്പിക്കുക. ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വന്ന് അവതരിക്കട്ടെ. ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന ശ്രീകോവിൽ കുടികൊള്ളട്ടെ. ഭഗവാൻ നമ്മുടെ ആ ഹൃദയമാകുന്ന രംഗവേദിയിൽ ഭഗവാന്റെ ഓരോരോ ലീലകളും നടമാടട്ടെ. അതിന് ഉള്ള അനുഗ്രഹം ഉണ്ടാവണേ, അതിനുള്ള ഭക്തി ഉണ്ടാവണേ. ഭഗവാനെ അറിയാൻ, ഭഗവാനെ ഭജിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും ഭഗവാന്റെ പദത്തിൽ സമർപ്പിക്കുക. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.